തക്കാളിയും സബോളയൊന്നും വഴറ്റാണ്ട് നമുക്ക് എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെക്കാട്ടോ. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് അതിലേക്കെല്ലാം തട്ടി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അതുപോലെ മസാലപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കണില്ല. ശേഷം നമുക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടുപ്പത്ത് വെക്കാട്ടോ. വെള്ളം ഓയിലൊന്നും ചേർക്കണ്ട, അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ അത് വെന്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് നന്നായി കഴുകി മാറ്റി വയ്ക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ തുടങ്ങിയ സാധനങ്ങളൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വെച്ച് നന്നായി വേവിക്കാം. ചോറായതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എളുപ്പത്തിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.